എത്തിയല്ല, കറക്റ്റ് ടൈമിൽ എത്തിയ ആള്. അത് നമ്മളെ വെടിക്കെട്ട് വേലായുധൻ. നമ്മുടെ ഈ 100ാമത്തെ എപ്പിസോഡ് വരെയല്ലേ നമ്മുടെ കോമഡി മസാല. അപ്പൊ അതൊന്ന് കുറച്ചൊന്ന് പൊഴിപ്പിക്കാനായിട്ട് സംഭവമൊക്കെ ഒന്ന് ഇച്ചിരി അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചാണ്. ഭയങ്കര പ്രശസ്തനാണ് കേട്ടോ, ഭയങ്കര സംഭവമാണ് വെടിക്കെട്ട് വേലായുധൻ. പിന്നെ അളിയ അടിപൊളി ആയിരിക്കണം കേട്ടോ, സൂപ്പർ ആയിരിക്കണേ. അല്ല സാറേ, നിങ്ങൾ വിളിച്ച കാര്യം ശരിയാണ്. അല്ല, കൂടുതൽ പരിക്കൊന്നും വേണ്ട കേട്ടോ, അതെനിക്കറിയാം. പണി എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യത്തെ വെടി എനിക്ക് തന്നെ. അപ്പിന്നല്ലാതെ നമ്മള് ഒരു പണി ചെയ്യാൻ ഇറങ്ങിയാൽ ആ പണി നന്നാക്കണം എന്നുള്ളത് പണിക്കാരൻ അറിയത്തില്ലേ? നമ്മുടെ ഉത്തരവാദിത്തം അത് സാറിന്റെ സപ്പോർട്ടൊന്നും വേണ്ട. അതിന് സാറിന്റെ സപ്പോർട്ട് വേണ്ടാന്നേ, അത് ഞങ്ങൾക്ക് അറിയാം ചെയ്യാൻ. സപ്പോർട്ട് പറയാൻ വന്നേക്കും, ഇതെനിക്കറിയത്തില്ല. അല്ല ഞാൻ പറയട്ടെ, ഇയാള് ശരിയാവും തോന്നണോ? വന്ന് കേറി ഇങ്ങനെയുള്ള ആളാണ് ഇയാളെയാണോ? പടക്കത്തിന്റെ പണിയല്ലേ എനിക്ക്, ഞാൻ പൊട്ടിത്തെറിക്കുന്നതിന് എന്താണ് തെറ്റ്? അതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഞാൻ നോർമലി സംസാരിക്കുന്ന, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതല്ല അത്. അത് അദ്ദേഹം അങ്ങനെ നിസ്സാരനൊന്നുമല്ല കേട്ടോ. അതാണ് സ്വന്തം ഭാര്യയെ ആദ്യമായിട്ട് വെടിക്കെട്ട് ഫീൽഡിലേക്ക് ഇറക്കിയ മനുഷ്യനാണ്. കേരളത്തിൽ ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സത്യമാണ്. എന്റെ ഭാര്യയെ ഞാൻ വെടിക്കെട്ട് ഫീൽഡ് ഇറക്കി, പക്ഷേ ഇപ്പൊ ഞാൻ നിർത്തി, ആ പരിപാടി നിർത്തി. എന്താണ്? ഞാൻ വെടിക്കെട്ട് ജോലിയാണല്ലോ എനിക്ക്. അപ്പൊ ഞാൻ ഈ പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാരും വെടിക്കെട്ട് വേലായുധ വിളിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഫീൽഡിൽ ഇറക്കിയപ്പോഴത്തേക്ക് ചില ആൾക്കാർ വെടിക്കെട്ട് ശാന്തേ എന്ന് ഞാൻ അതങ്ങ് നിർത്തി. തന്നെയല്ല, ഇവിടെ നമുക്ക് പണിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവളെ കൊണ്ടുപോകുന്നിടത്തെല്ലാം എന്റെ പ്രോഗ്രാം ചീറ്റുകയാണ്. ചീറ്റുകയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കമ്പം നടത്തുകയാണ്. ഇവിടെ അതിന്റെ കീഴിൽ വന്നുകൊണ്ട് കലവില കുടുംബത്തിലെ പെണ്ണുങ്ങളെ കിടന്ന് അലയ്ക്കുന്ന പോലെ കിടന്ന് അലയ്ക്കും. അപ്പൊ കമ്പത്തിന്റെ ശബ്ദം കേൾക്കാം, ഇവിടെ സൗണ്ടും കൊണ്ട് ഈ കമ്പത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. അങ്ങനെ അവളെ ഇപ്പൊ കൊണ്ടുപോകത്തില്ല, പരിപാടിക്ക് കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ അവള് പിണങ്ങി വീട്ടിൽ പോയേക്കാണ്. വീട്ടിൽ പോയാ അവള് പിണങ്ങി അങ്ങ് വീട്ടിൽ പോയി. ഞാൻ ഇവിടെ പേരിൽ ഒരു ഗുണ്ടിറക്കി. ഏത് ഗുണ്ട്? ഗുണ്ട് ശാന്ത. അല്ല, നിങ്ങൾ ഒരു കാര്യം അങ്ങനെ നിങ്ങളെ വൈഫിനെ അങ്ങനെ കുറ്റം പറയരുത്. നിങ്ങളെ വൈഫ് തന്നെ നിങ്ങളെ മകനെ നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീയാണ്. ആര് പറഞ്ഞാ നൊന്ത് പ്രസവിച്ചെന്ന്? നൊന്ത് പ്രസവിച്ചല്ല, പിന്നെ അവൾക്ക് സുഖപ്രസവമായിരുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. നൊന്ത് പ്രസവിച്ചിട്ടില്ല, മോന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ പോലെ തന്നെയാണ്. വെടിക്കെട്ടല്ല, ഈ കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയിൽ 8 നില പൊട്ടി. ഞാൻ 6 നില വരെ പൊട്ടിക്കാറുള്ളൂ, ഇവൻ 8 നിലയും പൊട്ടിച്ചു. അപ്പൊ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ? അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പം. കഴിഞ്ഞ ദിവസമാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത്. എന്റെ നെൽസൺ സാറേ, മെനകെട്ട പരിപാടികളായിരുന്നു കാണിക്കുന്നത്. നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം കരിമരുന്നെടുത്ത് ഉമിക്കരിയാന്നും പറഞ്ഞ് പല്ല് തേച്ചു, എന്നിട്ട് വാ കഴുകാതെ പോയി ബീഡി വലിച്ചു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അച്ഛനിപ്പോ 16 വായാണ്. 16 വാ. എന്തായാലും വീടി വലി നിർത്തി കാണുമല്ലോ. എവിടെ വീടി വലി നിർത്തിയെന്ന് അങ്ങോട്ടൊന്ന് വന്ന് നോക്കണം. നമ്മൾ ഈ പുട്ടുകടയിൽ പോകാറില്ലേ, പുട്ടുകടയിൽ സ്പെഷ്യൽ, അവിടെ ഒരുപാട് കുറ്റികളുണ്ടല്ലോ, പുട്ടുകുറ്റി. അതിന് എവിടുന്നൊക്കെയാണ് ആവി വരുന്നത് പറയുന്നത്. അച്ഛന്റെ തലയുടെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വീടിയുടെ പുക വരുന്നതെന്ന് പറയാൻ പറ്റും. അതുപോലെ ഒരു വർണ്ണമനോഹരമായ കാഴ്ച കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ ഈ നമ്മുടെ 100ാമത്തെ എപ്പിസോഡിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണം. വെറൈറ്റി ഉണ്ടല്ലോ, വെറൈറ്റി സംഭവങ്ങളില്ലാതെ നമുക്ക് ഫീൽഡിൽ പിടിച്ചു വെക്കാൻ പറ്റും. വെറൈറ്റി സംഭവങ്ങൾ, കുറെ രാഷ്ട്രീയ ഗുണ്ടുകളുണ്ട്. അതായത് CM ഗുണ്ട്, PM ഗുണ്ട്. PM എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഗുണ്ട്. പിന്നെ തിരുവഞ്ചൂർ ഗുണ്ട്. CM ഗുണ്ട് എന്താണ്? CM ഗുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗുണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് എന്ന് ഊരിപ്പിടിച്ച കത്തിയുടെ ഇടയിൽ കിടന്നേ പൊട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ ഗുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്ത് നിന്ന് കത്തിച്ചാൽ അത് ഏത് ഭൂഖണ്ഡത്തിലാണ് പോയി പൊട്ടുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. തിരുവഞ്ചൂർ ഗുണ്ടാണ് നല്ല ഗുണ്ട്. സത്യം, അതാണ് രസം. നമ്മളിപ്പോ തിരുവഞ്ചൂർ ഗുണ്ട് വെച്ച് കത്തിച്ചു പറഞ്ഞിങ്ങനെ പറഞ്ഞ് പോയിട്ട് മേളിൽ ചെന്നിട്ട് പറഞ്ഞു പൊട്ടും. സാധാരണ വെടി എന്താ പ്ലേ
എന്ന് പറഞ്ഞ പൊട്ടുന്നു എന്നും പറഞ്ഞ് പൊട്ടാനാണ് മേളോട്ട് പോയത്. അവിടെ ചെല്ലുമ്പോ ഇത് മറന്നുപോകും, തെറ്റിപ്പോയിട്ട് പ്ലേ എന്നും പറഞ്ഞാ പൊട്ടുന്നത്. എന്നാലും വെറൈറ്റി നമുക്ക് വേണ്ടേ? വെറൈറ്റി ഉണ്ട്. പറ. ഞാൻ കണ്ടുപിടിച്ച ഒരു ഗുണ്ടാണത്. ഇതിപ്പം ഞാനിപ്പോ ഈ ഗുണ്ട് കത്തിച്ച് വിടുകയാണെന്ന് വിചാരിക്കുക. ഇത് മേളിൽ ചെന്നിട്ട് ഞാൻ കടം കൊടുക്കാനുള്ള ആൾക്കാരുടെ പേര് മൊത്തം ആകാശത്ത് എഴുതി കാണിക്കും. പക്ഷെ നെൽസൺ ഇത് പൊട്ടിക്കണ്ട കേട്ടാ. അതെന്താ? ഇത് മേളിൽ ചെന്ന് കഴിഞ്ഞാല് താങ്കൾ കൊടുക്കാനുള്ളവരുടെ ആകാശവും കവിഞ്ഞിട്ട് ഓസോൺ പാളികൾ പോലും തികയാതെ അതുപോലെ കടം മേടിച്ചിട്ടേക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് ചോദിച്ചോളൂ. പടക്കം പൊട്ടിക്കുമ്പോ ഈ ചൈന പടക്കങ്ങൾ മേലിലോട്ട് പോകുമ്പോ ഇതിനകത്ത് ചിലതിനകത്ത് ഈ കൊടകൾ ഉണ്ടാവുമല്ലോ. കൊടകള് കൊട വിരിയാറുണ്ടല്ലോ. അതൊരു മുൻകരുതൽ. എന്താണ്? ഒരു വഴിക്ക് പോകല്ലേ, മഴ വെള്ളം വന്നാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു കരുതൽ. വീട്ടിൽ നിന്നാണല്ലോ. ഹലോ, എന്താണ്? ഹലോ, അയ്യോ അയ്യോ, എപ്പോഴായിരുന്നു എന്റെ ദൈവം. എന്റെ വീടിന് തീ പിടിച്ചു. എന്റെ വീടിന് അതിനോട് ചേർന്നിരിക്കുന്ന പടക്കക്കടയ്ക്കും തീ പിടിച്ചു. ഒരു പുളിയമ്മാവും പ്ലാവും എല്ലാം നിന്ന് കത്തുകയാണെന്ന്. അത് കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഇത്രയും സാധനം കത്തി നശിച്ചിട്ട് ഞാൻ വിഷമിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യ? അത് ശരിയാണ്, എന്നാലും പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. എന്താ പരിഹാരം? ഒരു പരിഹാരവും ഇല്ല. അതൊരു പച്ച പുളിമരം, നല്ല ഈ വണ്ണമുള്ള അത് നിന്ന് കത്തിയെന്ന്. എനിക്കതല്ല വിഷമം. വീട് കത്തി, പടക്കപ്പര കത്തി, ഈ പുളിമരം നിന്ന് കത്തി, നിന്ന് കത്തി. എന്നിട്ട് എന്റെ പടക്കത്തിനൊരു കേടും സംഭവിച്ചില്ലെന്ന്. നല്ല ബെസ്റ്റ് പടക്കം, മെച്ചമുള്ള പടക്കം അല്ലേ? അപ്പം വിളിക്കാം. എന്തിന്? 100ാമത്തെ എപ്പിസോഡിന്. 100ാമത്തെ ഞാൻ പറഞ്ഞു മറന്നുപോയി. ഈ 100ാമത്തെ എപ്പിസോഡ് എന്നാണ്? അത് ഡേറ്റ് അറിയിക്കാം. കുറച്ച് സമയം തരണം സാധനം ഉണ്ടാക്കണമെങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അറിയിക്കാം. എന്നാണിത്? അത് അറിയിക്കാം. എന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ? നമ്പർ ഞാൻ എടുത്തോളാം. ഓക്കെ അപ്പം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അറിയിക്കാം. പിന്നെ എന്നെ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, ഞാൻ ശിവകാശി വരെ ഒന്ന് പോകും. ഇവിടുത്തെ 100ാമത്തെ എപ്പിസോഡിന് പടക്കം വേണ്ടേ? കുറച്ച് ബൾക്കായിട്ട് സാധനം. ബൾക്കായിട്ട് എടുക്കാം. അപ്പൊ ശരി, അത് അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ.